അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസത്തെയും ദൈവവചനം നാം ശ്രദ്ധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങുമ്പോൾ, അത് നമ്മുടെ ഹൃദയങ്ങളെ തൊടുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. ഈ നിമിഷം നമ്മളൊരു പ്രത്യേക ഇൻറ്റൻഷനോടുകൂടെയാണ് ഈ 9 ദിവസം പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥന ആവശ്യങ്ങൾ മനസ്സിലുണ്ട് ഓരോ പ്രാവശ്യം വചനം കേൾക്കുമ്പോഴും. ഇന്ന് എല്ലാ കുടുംബങ്ങളെയും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ഈ വചനം അനേകരിൽ അത്ഭുതമായി മാറുന്നതിന്, അവരിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അടയാളപ്പെടുത്തുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുവാണ്. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. 1 സാമുവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ സാമുവേലിനെ ദൈവം വിളിക്കുന്നൊരു ഭാഗമാണ്. സാമുവേലിനെ ദൈവം വിളിക്കുന്നു. 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടക്കുകയാണ്. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ദൈവത്തിൻ്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു, സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാനിതാ. അവൻ ഏലിയുടെ അടുക്കലേക്കോടി, അങ്ങനെ വിളിച്ചോ എന്ന് ചോദിച്ചു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അപ്പോൾ ഏലിയുടെ അടുത്തു ചെന്ന് സാമുവേൽ ചോദിക്കുവാണ്, അങ്ങനെ വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നു. വീണ്ടും സാമുവേലിനെ വിളിച്ചു. അപ്പോൾ സാമുവേൽ വിചാരിക്കുന്നു, ഏലിയാണ് എന്നെ വിളിക്കുന്നത്, ഏലിയാണ് എന്നെ വിളിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. വീണ്ടും ചെല്ലുന്നു. അങ്ങനെ വീണ്ടും 3-ാമത്തെ പ്രാവശ്യം, അതാണ് 8 മുതലുള്ള വാക്യം, 3-ാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ ഏലിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. അപ്പോൾ ഏലിക്ക് മനസ്സിലായി കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയണം. ദൈവം വിളിക്കുന്നൊരു ഭാഗമാണ്. ദർശനമുള്ള ഏലി പറഞ്ഞു, ദൈവത്തിൻ്റെ സ്വരം, അതിനോട് നീ പ്രതികരിക്കണം, അതിനോട് ആമേൻ പറയണം. അതുകൊണ്ട് ഇനി വിളിച്ചാൽ കർത്താവേ, ഇതാ ദാസൻ, അരുളി ചെയ്താലും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയണം. ആ വിളിയിൽ സാമുവേൽ പ്രതികരിച്ചു, ഇതാ ഞാൻ, എന്നോട് അരുളി ചെയ്താലും. അങ്ങനെ ഈ സാമുവേൽ എവിടെ എത്തി? ദൈവത്തിൻ്റെ വാക്കുകേട്ട് സാമുവേൽ വളർന്നോ തളർന്നോ എന്നൊക്കെ അറിയണമല്ലോ. 1 സാമുവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം, സാമുവേൽ വളർന്നു വന്നു എന്നെഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്നവൻ ജീവിതത്തിൽ വളർന്നു വരും. വളർന്നു വന്നു. നിങ്ങളായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിലെ മക്കൾക്കായിരിക്കും ഈ വചനം കേൾക്കുന്നത്. അവർ അനുഗ്രഹത്തോടെ വളർന്നു വരാൻ ദൈവം ഇടവരുത്തും. വളർന്നു വന്നു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വാക്കു കേട്ട ആ വാക്കിനോട് പ്രതികരിച്ച
ആ വാക്കിൽ വിശ്വാസമർപ്പിച്ച ആ ദർശനത്തോട് മറുതലിക്കാതിരുന്ന സാമുവേലിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അടുത്ത വാക്യം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. അവൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്നവൻ്റെ വാക്കുകൾക്കൊരു വിലയുണ്ട്. ദൈവത്തിൻ്റെ വാക്ക് വിശ്വാസത്തോടെ കേൾക്കുന്ന ഒരു അമ്മയായിരിക്കാം, അപ്പനായിരിക്കാം, യുവാവായിരിക്കാം, യുവതിയായിരിക്കാം, ആരുമാകട്ടെ, നിങ്ങളുടെ വാക്കിന് പോലും ഒരു വിലയുണ്ടാവും. തീരുമാനങ്ങൾക്ക് വിലയുണ്ടാവും, നിലപാടുകൾക്ക് വിലയുണ്ടാവും. അത് വീട്ടിലായാലും നാട്ടിലായാലും അതെവിടെയായാലും നിങ്ങളുടെ വാക്കുകൾ പോലും വിലയുള്ളതായി മാറും. അവൻ്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ ദൈവം അനുവദിച്ചില്ല. അടുത്ത വാക്യമാണ്, സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ അറിഞ്ഞു. അവൻ വലുതായി അനുഗ്രഹിക്കപ്പെട്ടുവെന്ന്, അവൻ ദൈവാനുഗ്രഹത്തിൽ വളർന്നുവെന്ന് ആ ദേശത്തുള്ള മുഴുവൻ ആളുകളും അറിഞ്ഞു. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയ ശീലോയിൽ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ച് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഇങ്ങനെ തോരാത്ത മഴ പോലെ തുടർന്നുകൊണ്ടിരുന്നു. ഈ വചനങ്ങൾ മറക്കാതിരിക്കുക. ദൈവത്തിൻ്റെ ദർശനം കണ്ട ആ വാക്കുകൾക്ക് വില കൊടുത്ത സാമുവേൽ ജീവിതത്തിൽ തകർന്നുവെന്നോ പരാജിതനായെന്നോ ലക്ഷ്യത്തിലെത്തിയില്ലെന്നോ ഒന്നുമല്ല എഴുതിയിരിക്കുന്നത്. അവൻ്റെ വാക്കിന് വില വന്നു. അവൻ്റെ പേരും ആ ദേശം മുഴുവൻ ആളുകൾ അറിയാനിട വന്നു. അത് അനുഗ്രഹമുള്ളൊരു വ്യക്തിയായി മാറി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അനുഭവിക്കാൻ കഴിയാൻ തുടങ്ങി. ഇതുപോലെ തന്നെയാണ് ദൈവവചനം കേൾക്കാൻ നിങ്ങളെ ദൈവം വിളിച്ചതാണ്. ദൈവം വിളിച്ചതാണ്. ആ സമയത്ത് എനിക്കിതിലൊന്നും താല്പര്യമില്ല, എനിക്കിഷ്ടമില്ല, അല്ല, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട് ഈ വചനം കേൾക്കാൻ, ഈ വചനം ശ്രദ്ധിക്കാൻ. ആ വചനം കേൾക്കാൻ നിന്നെ ദൈവം വിളിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരുന്നാൽ, ആമേൻ പറയാതിരുന്നാൽ, സ്വീകരിക്കാതിരുന്നാൽ വേറെ ആർക്കുമല്ല നഷ്ടം. നഷ്ടം വേറെ ആർക്കുമല്ല, നിനക്കാണ്, നിന്റെ കുടുംബത്തിനാണ്, നിന്റെ ഭാവിയിലാണ് നഷ്ടം വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാമുവേലിനെ വിളിച്ച പോലെ വചനം കേൾക്കാൻ, ആ വചനത്തിന് തന്നെ സമർപ്പിക്കാൻ വിളിച്ചു ചേർക്കപ്പെട്ട കുടുംബങ്ങളും വ്യക്തികളുമാണ് നിങ്ങൾ ഓരോരുത്തരും. ദർശനമുള്ളവർ പറയും, അല്ലെങ്കിൽ ആ വെളിച്ചം കിട്ടിയവർ പറയും, ആ വിളി കിട്ടുമ്പോൾ അതിനെ കളയരുത്. പലരും പറയും, ഇതിലൊന്നും കഥയില്ല, കാര്യമില്ല, എവിടെ അനുഗ്രഹം, ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, താൽക്കാലികമായ എന്തേലും ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ എവിടെയും വീണു പോകാതിരിക്കാൻ, സംഭവിക്കാൻ സാധ്യതയുള്ള പല പ്രതിസന്ധികളും ദുരന്തങ്ങളും ദുരിതങ്ങളും മാറിപ്പോകാൻ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള എത്രയോ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെന്നറിയാവോ? എത്രയോ കാര്യങ്ങൾ, എത്രയോ വഴക്കുകൾ, എത്രയോ പ്രതിസന്ധികൾ, എത്രയോ തകർച്ചകൾ, എത്രയോ ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, അപകടങ്ങൾ, അത് ദൂരേന്നേ മാറിപ്പോയി. ദൈവം നമ്മളെ അത്ഭുതകരമായി പരിപാലിച്ചാണ് നടത്തുന്നത്, അത്ഭുതകരമായിട്ടാണ് നയിക്കുന്നത്. ദൈവത്തിൻ്റെ വിളിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഈ വചനം നിങ്ങൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ചില സ്റ്റാറ്റസ് ഇടുന്നുണ്ടല്ലോ, അതിലൂടെ അനേകർ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ആ വിളിയോടുള്ള പ്രതികരണമാണ്. കാരണം നിങ്ങളിലൂടെ ആരൊക്കെയോ വചനങ്ങൾ കേൾക്കണം. ഇന്നുവരെ കേൾക്കാത്ത ഒരു 10 പേരെങ്കിലും നിങ്ങളിലൂടെ വചനം കേൾക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. നിങ്ങളിലൂടെ ആ വചനം കേൾക്കുമ്പോൾ അതിനകത്തൊരു അനുഗ്രഹം നിങ്ങൾക്കുമുണ്ട്. അവരെ അനുഗ്രഹിക്കുന്ന ആ കൂട്ടത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് ഈ ജനത്തെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്നെ കൂടി അനുഗ്രഹിക്കണമേ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെ കൂടി അങ്ങ് സ്വീകരിക്കണമേ. പ്രാർത്ഥിക്കും. ഇന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചൊരു ആവശ്യബോധത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. നല്ല
വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ സൽസ്വഭാവത്തിൻ്റെ രീതിയിൽ നല്ല തിരഞ്ഞെടുപ്പുകളൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, തലമുറകളിൽ ഉണ്ടാകാൻ. തിരിഞ്ഞു നോക്കി ദുഃഖിക്കാൻ ഇടവരരുത്, തിരിഞ്ഞു നോക്കി സന്തോഷിക്കാൻ ഇടവരണം. അതുപോലെയുള്ള നന്മകൾ ഉണ്ടാകണം. പ്രാർത്ഥിക്കുവാണ്. നമുക്ക് ഈശോയുടെ ആശീർവാദം ഈ കേട്ട വചനത്തിലൂടെ സ്വീകരിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിച്ച ഈ പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സഹായം ലഭിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന വലിയ ഐശ്വര്യം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി റിസൾട്ടൊക്കെ വരുമ്പോൾ നല്ല വിജയം നൽകി അതിലൂടെ പുതിയ തിരഞ്ഞെടുപ്പൊക്കെ നടത്തി നല്ലത് തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ദൈവഭാഗ്യം കൈവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വളരെ നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദിവസമായിരിക്കട്ടെ, സന്തോഷത്തോടെ ആയിരിക്കട്ടെ. നാളെ നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ആമേൻ.